ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയുടെ രാജിക്കത്ത് മാത്രം സ്വീകരിക്കാനും അഖിലിൻ്റേത് തിരിച്ചു കൊടുക്കാനും വസുന്ധര പറയുമ്പോൾ വർമ്മ പറയുകയാണ്, ഇല്ല, ഞാൻ രണ്ടുപേരുടെയും രാജിക്കത്ത് സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇത്രയും കാലത്തെ സേവനത്തിന് ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ നന്ദി പറയുന്നു. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അച്ഛന് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ എന്ന് ശ്യാമ പറയുമ്പോൾ കുഴപ്പമില്ലെന്നും നീ എൻ്റെ മകളല്ലേ എന്നും വർമ്മ പറയുന്നു. മകളോ? ഇവള് ഇന്നു മുതൽ എൻ്റെ മരുമകൾ പോലുമല്ലെന്ന് ദേഷ്യത്തോടെ വസുന്ധര പറയുമ്പോൾ അഖിൽ പറയുകയാണ്, എങ്കിൽ ഞാനും ഇന്നു മുതൽ അമ്മയുടെ മകനല്ല. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോടെ അഖിലിനെ നോക്കുകയാണ്. അങ്ങനെ അഖിലും ശ്യാമയും അവിടെ നിന്ന് പോകുമ്പോൾ ആനന്ദേട്ട എന്ന് വസുന്ധര വിളിക്കുകയാണ്. എല്ലാം നീ തന്നെ വരുത്തി വെച്ചതല്ലേ, അനുഭവിച്ചോളാൻ വർമ്മയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ അരുന്ധതിയെയും ജഗന്നാഥിനെയും കാണാനായി ചെന്നിരിക്കുന്നതാണ്. എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. നമ്മളെക്കാളുമൊക്കെ ഒരു വലിയ ബോംബ് തന്നെയാ ആ അശ്വതി. അഖിയും ശ്യാമയും കമ്പനിയിലെ സ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ട് രാജിക്കത്ത് കൊടുത്തപ്പോഴേ എനിക്കുണ്ടായ സന്തോഷം അതൊന്ന് വേറെ തന്നെയാ. അവന് വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എന്തിനു പറയുന്നു, അവന് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് പോലുമില്ല. തുടർന്ന് അരുന്ധതി ചോദിക്കുകയാണ്, പക്ഷേ ഈ അശ്വതിയുടെ കാര്യം കേട്ടിട്ടും അമൃത എന്താ അനങ്ങാത്തത്? അതെനിക്കറിയില്ല അരുന്ധതി. ആദ്യമൊക്കെ ആദ്യേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു, ഇപ്പോൾ അങ്ങനെയുമില്ല. നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നെന്ന് അരുന്ധതി പറയുമ്പോൾ ഐശ്വര്യയും ജഗനും പറയുകയാണ്, അത് പോരാ, അവരെ പിച്ചച്ചട്ടി എടുത്ത് തെരുവിലേക്ക് ഇറക്കണമെന്ന് ജഗൻ പറയുമ്പോൾ അത് തന്നെയാ ഞങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് അരുന്ധതിയും ഐശ്വര്യയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ്. ശ്യാമ തൻ്റെ കണ്ണനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇനി നീ വേണം കണ്ണ, ഞങ്ങൾക്ക് തുണയായിട്ട്. നടന്ന കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ കാരണമാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെന്നാ എല്ലാവരും പറയുന്നത്. കാര്യങ്ങൾ നിനക്കറിയാമല്ലോ. എല്ലാ പ്രശ്നങ്ങളും നേരിടാൻ അഖിൽ സാറിന് ശക്തി കൊടുക്കണേ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന അഖിൽ പറയുകയാണ്, എനിക്കിപ്പോൾ ആവശ്യത്തിന് ശക്തിയുണ്ടോ. അതേസമയം അമൃത ശ്യാമയെ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വിളിക്കുകയാണ്. നമുക്ക് എന്താണെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് അഖിൽ പറയുന്നു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. തുടർന്ന് വസുന്ധര പറയുകയാണ്, ഐശ്വര്യയെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. നമ്മൾ ആരോടെങ്കിലും വാശി കാണിച്ച് വെല്ലുവിളി നടത്തിയാലേ ആ വെല്ലുവിളിയും കൊണ്ട് മുന്നോട്ട് പോവുകയാ വേണ്ടത്. അല്ലാതെ വാലും ചുരുട്ടി വന്ന് വല്ലവരുടെയും ഔദാര്യം പറ്റുകയല്ല വേണ്ടത്. ജോലി വേണ്ട, പണം വേണ്ട, സ്വത്ത് വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ വിശക്കുമ്പോൾ വന്ന് കഴിക്കുകയും ചെയ്യും. അങ്ങനെ ആഹാരം കഴിക്കാനിരിക്കുന്ന അഖിലിനെയും ശ്യാമയും പരിഹസിക്കുകയാണ് വസുന്ധര. തുടർന്ന് ആഹാരം വേണ്ടെന്ന് പറഞ്ഞ് അഖിലും ശ്യാമയും എഴുന്നേൽക്കുമ്പോൾ ആദ്യം അരുണും അവരോട് ഇരിക്കാൻ പറയുകയാണ്. അമ്മേ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിക്കാം. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാനെന്തോ അപരാധം ചെയ്തതുപോലെയാണല്ലോ തോന്നുന്നത്. എന്താ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ എന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇവളൊരൊറ്റ ഒരുത്തിയാ ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം. ഇവിടെ നടക്കുന്ന സകല കുഴപ്പങ്ങളുടെയും പിന്നിലെ കാരണമേ നിങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അഖില് ഐശ്വര്യ ദേഷ്യത്തോടെ നോക്കുകയാണ്. അഖി, മതിയാക്ക്, നീ ഇരുന്ന് കഴിക്കാൻ നോക്കാൻ അരുൺ പറയുമ്പോൾ അഖില് പറയുകയാണ്, വേണ്ട, വസുന്ധരയുടെയും ആനന്ദവർമ്മയുടെയും മകനാണ് ഞാൻ. സ്വന്തം അമ്മയുടെ മുമ്പിലാണെങ്കിലും ഞാൻ എൻ്റെ അഭിമാനം അടിയറവ് വെക്കില്ല. ഭക്ഷണത്തിന് മുന്നിൽ നിന്നും ഇറക്കി വിടുന്നതിന് മുമ്പ് എഴുന്നേറ്റ് പോകുമെന്ന് അഖില് പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ഞാൻ നിന്നെ ഒന്നും പറഞ്ഞില്ല, നിനക്ക് വേണമെങ്കിൽ ഇരുന്ന് കഴിക്കാം. അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലെന്നല്ലേ? അങ്ങനെ എൻ്റെ ഭാര്യ കഴിക്കാത്ത ആഹാരം എനിക്കും വേണ്ട. ശ്യാമേ, ഞാൻ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിയിട്ട് വരാമെന്ന് അഖില് പറയുമ്പോൾ ഹോട്ടലിൽ നിന്നും ആഹാരം വാങ്ങണ്ടെന്ന് വസുന്ധര പറയുന്നു. എന്തേ, ഇവിടെ ഉള്ളവർക്ക് അത് കുറച്ചിലാണ്. ഇളയ മകനും മരുമകളും ഹോട്ടലിൽ നിന്നും ആഹാരം വരുത്തിയെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് നാണക്കേടാണെന്ന് തോന്നുന്നല്ലോ. ശ്യാമേ, നീ മുറിയിലേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞ് അഖില് പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ അടുത്തേക്ക് വരുന്ന അമൃതയാണ്. മോളെ, ഞാൻ നിനക്ക് ആഹാരം എടുത്തു തരാം, നീ കഴിക്കാൻ വരാൻ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, വേണ്ട ഏട്ടത്തി, എന്താണെങ്കിലും അഖിൽ സരഞ്ഞു വരട്ടെ, എന്നിട്ട് ഞാൻ കഴിച്ചോളാം. അശ്വതിയുടെ കാര്യം ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ നിന്റെ ഒപ്പം നിൽക്കാത്തതിൽ എനിക്ക് നല്ല കുറ്റബോധമുണ്ടെന്ന് അമൃത പറയുമ്പോൾ ഏട്ടത്തിക്ക് അതിൻ്റെതായ പരിമിതികളുണ്ടല്ലോ, അതെല്ലാം എനിക്ക് മനസ്സിലാകുമെന്ന് ശ്യാമയും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ നിൽക്കുന്ന വസുന്ധരയുടെ അടുത്തേക്ക് ഐശ്വര്യ ചെല്ലുകയാണ്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴാ അഭിമാനം തോന്നുന്നത്. പറയേണ്ടത് മുഖത്ത് നോക്കി പറയാൻ അമ്മയ്ക്കൊരു ധൈര്യം വന്നല്ലോ. എന്താണെങ്കിലും ശ്യാമയുടെ ബുദ്ധി സമ്മതിക്കണം. അഖിലിനെ പറഞ്ഞിളക്കി വിട്ടിട്ട് അവള് മുറിയിലേക്ക് പോയില്ലേ? അവളെ ഞാൻ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഇനി അവളുടെ നാടകമൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ലെന്ന് വസുന്ധര പറയുമ്പോൾ അങ്ങോട്ടേക്ക് അഖില് വരികയാണ്. അഖില് വസുന്ധരയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഇതേ ഹോട്ടലിലെ ആഹാരമാ,
ഇവിടുത്തെക്കാട്ടിലും വിശ്വസിച്ച് എനിക്ക് നന്നായി തന്നെ കഴിക്കാം. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഐശ്വര്യയാണെന്ന് അഖില് പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആരാണെന്നേ നീ നിന്റെ ഭാര്യയോട് പോയി ചോദിക്ക്. ഇത് കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ വസുന്ധരയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.